സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ആസ്ഥാനത്താണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന AC-യിൽ അറ്റകുറ്റപ്പണി ചെയ്യുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. 2 ജീവനക്കാരാണ് ഇത്തരത്തിൽ ഈ AC-യുടെ അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്നത്. ഈ AC-യിൽ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിനിടെയാണ് ഇത് പൊട്ടിത്തെറിച്ചത്. ഭാഗ്യത്തിന് ഈ ഒരു കെട്ടിടത്തിനുള്ളിൽ ആരുമില്ലായിരുന്നു എന്നുള്ളത് ഈ അപകടത്തിൻ്റെ തീവ്രത കുറച്ചിട്ടുണ്ട്. നമ്മളോടൊപ്പം സ്പോർട്സ് കൗൺസിൽ അംഗം കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഇത് ഒരു 2 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് റെനോവേഷൻ ആരംഭിച്ചു. ഇവിടുത്തെ സ്പോർട്സ് കൗൺസിൽ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസ് അപ്പുറത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിലാണ് ഈ സ്ഥാപനം ഇങ്ങോട്ടേക്ക് വീണ്ടും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഇപ്പോൾ അന്ന് AC വർക്ക് ചെയ്തിരുന്നു. AC-യുടെ കൂളിംഗ് കുറവ് എന്ന കാരണത്താലാണ് ഇവർ റിപ്പയറിന് വിളിച്ച സമയത്ത് പഴയ AC ആണ്. അതാണ് ഏറ്റവും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പഴയ AC-ക്ക് മാക്സിമം ഗ്യാസ് കൊടുക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടായത്. വളരെ ഗുരുതരമായ രീതിയിലാണ് ആ രണ്ട് ജോലിക്കാർ ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ളത്. അവർക്ക് വേണ്ട സഹായങ്ങൾ അടിയന്തരമായി സർക്കാർ തലത്തിൽ തന്നെ അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിക്കണം. അവർക്ക് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കൗൺസിൽ അടിയന്തര സഹായം കൊടുക്കാൻ സംവിധാനം ഉണ്ടാക്കണം. ഒരുപക്ഷേ ഇതിപ്പോൾ ഒരു 1-2 ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ ഈ സംഭവം ഉണ്ടായാൽ ഇവിടെ SLCക്കും അതുപോലെ +2-നെല്ലാം മാർക്ക് കിട്ടിയ കോളേജിലേക്ക് വരേണ്ട കുട്ടികൾ, ഹോസ്റ്റലിലേക്ക് വരേണ്ട കുട്ടികൾ, സ്പോർട്സ് ഹോസ്റ്റലിലെ കുട്ടികൾ വരേണ്ട കുട്ടികൾ, അവരുടെ പാരൻസ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് മാറുമായിരുന്നു. ഇപ്പം തന്നെ വളരെ ഭീകരമായ അന്തരീക്ഷമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കത്തിക്കരിഞ്ഞു പോയി എല്ലാ ഗ്ലാസുകളും പൊട്ടി. ഭാഗ്യം കൊണ്ട് ജീവനക്കാരില്ലാത്തത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുകയുണ്ടായി. എന്തായാലും ഇത് സമഗ്രമായ ഒരു അന്വേഷണം സ്പോർട്സ് കൗൺസിൽ തലത്തിലും ഇലക്ട്രിക്കൽ വിങ് തലത്തിലും അന്വേഷിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം കണ്ടുപിടിച്ച് സമഗ്രമായ ഒരു അന്വേഷണം കൂടി വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. പരിക്കേറ്റവരുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമാണ്. 2 പേരെ പേര് കറക്റ്റുമായി വ്യക്തമായി കിട്ടിയിട്ടില്ല. 2 പേരുണ്ട്. 2 പേർക്ക് ഇപ്പം വളരെ ഗുരുതരമായ അവസ്ഥ അല്ലെന്നാണ് അറിയപ്പെടുന്നതെങ്കിൽ പോലും മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 2 ജീവനക്കാരാണ് ഇവിടെ ഈ AC-യുടെ അറ്റകുറ്റപ്പണിക്ക് എത്തിയിരുന്നത്. ഈ കാണുന്ന ഈ ജനലിന് പിന്നിൽ നിന്ന് ഗ്യാസ് നിറയ്ക്കുന്ന സമയത്താണ് ഈ AC പൊട്ടിത്തെറിച്ചത്. എത്തരത്തിലാണ് ഈ AC പൊട്ടിത്തെറിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായതെന്ന കാര്യത്തിൽ അടക്കം വ്യക്തത വരേണ്ടതുണ്ട്. വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു. ഈ കെട്ടിടത്തിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് വരെ ഈ ഒരു പൊട്ടിത്തെറിയിൽ വലിയ തരത്തിലുള്ള ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കാര്യത്തിലെല്ലാം ഒരു വ്യക്തത വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 2 പേരെയും നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്.